വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വ്ളോഗും ആയിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കിലായിരുന്നു. കേക്ക് ഓർഡേഴ്സൊക്കെ കുറേ ഉണ്ടായിരുന്ന മന്തായിരുന്നു ഡിസംബർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ നല്ല പാടാണ്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിരുന്നു കുറച്ച് സമയം വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിന്ന് കഴിഞ്ഞ ആഴ്ച ഒരു ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാർട്ടിക്ക് പോകുമ്പോഴുള്ളൊരു വിശേഷമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാത്രിയായിരുന്നു ഫംഗ്ഷന്. മാംഗ്ലൂർ സായി പാലസ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷന്. അപ്പോൾ പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾ കുട്ടിക്കൊരു ഗിഫ്റ്റും വാങ്ങിച്ചിട്ട് പോവുകയാണ്. സിറ്റി സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തലപ്പാടി ടോൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ഇവിടെ ചിലപ്പം റഷാണെങ്കിൽ ഭയങ്കര റഷായിരിക്കും, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പോകുന്ന ഈ ഒരു ദിവസത്തിൽ അങ്ങനെ റഷ് ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാംഗ്ലൂരിലോട്ട് പോവുകയാണ് കേട്ടോ. രാത്രി പോകുന്നത് കൊണ്ട് തന്നെ രാത്രി ഞങ്ങളൊരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം. അപ്പോൾ രാത്രി പോകുന്നത് കൊണ്ട് തന്നെ ട്രാഫിക് ഉണ്ടാവുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ദിവസം നല്ല ഫ്രീ ആയിരുന്നു റോഡ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് എത്തി. ഇതായിപ്പോൾ മാംഗ്ലൂർ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ സിറ്റി സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് നേരെ ഫ്രണ്ടിലുള്ള ഹോട്ടലിലാണ് കേട്ടോ ഈ ഒരു ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഹോട്ടലിനുള്ളിലോട്ട് പോവുകയാണ്. അപ്പം ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ വരുമ്പം വീട്ടിൽ ഉമ്മ ഒറ്റക്കാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മാനെയും കൂട്ടി വന്നത്. കാരണം രാത്രി 8 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെ തിരിച്ച് പാർട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ അതുവരെയും ഉമ്മ ഒറ്റക്ക് നിൽക്കണം എന്ന് കരുതിയിട്ടാണ് ഉമ്മാനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഉമ്മ വരുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, പിന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നതായിരുന്നു. അപ്പോൾ നമ്മളിത് ഹോട്ടലിനുള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഭയങ്കരമായിട്ട് നല്ല രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ഗേളിൻ്റെ ഉമ്മ. അപ്പോൾ അവർ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് ആ ബർത്ത്ഡേ ഉള്ള കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ തന്നെ എൻ്റെ മോനും കൂടി വാരിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഈ ഒരു ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസ് ഒക്കെ നോക്കാം. കേക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ യൂണിക്കോൺ തീമായിരുന്നു. യൂണിക്കോൺ കേക്കും യൂണിക്കോൺ ഡെക്കറേഷൻസും ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണെന്ന് പോലും അറിയില്ല. കുറേ പനീർ ഐറ്റംസും അതുപോലെ തന്നെ ചിക്കൻ, മട്ടൻ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ പനീർ കൊണ്ട് കുറേ ഡിഷ് ഉണ്ടായിരുന്നു, എല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ 2 ചിക്കൻ വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ പനീർ വെച്ചിട്ട് കുറേ ഐറ്റംസ് എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ഐറ്റംസും എടുത്തു. എല്ലാ ഐറ്റംസും ഞാൻ റൈസും പിന്നെ അങ്ങനെ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കറികൾ അല്ലെങ്കിൽ കൂട്ടാൻ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാത്തിനെയും ടേസ്റ്റ് വെക്കാൻ എഴുതിയിട്ടേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ വിളമ്പുകയാണ് കേട്ടോ. ഭക്ഷണം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒന്നിൻ്റെയും പേര് എനിക്കറിയില്ല കേട്ടോ പറഞ്ഞു തരാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, പിന്നെ പാസ്ത ഉണ്ടായിരുന്നു. അതൊക്കെ അറിയാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ പനീർ വെച്ചിട്ടുള്ള ഐറ്റംസ് അങ്ങനത്തെ സാധനത്തിൻ്റെ ഒന്നും എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം.
അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും ഒരുമിച്ചിട്ട് നിന്നിട്ട്. പിന്നെ എൻ്റെ മോള് ഡോളായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, വലിയൊരു എന്താ പറയുക ടെഡി ബെയർ. അപ്പോൾ ആ ടെഡി ബെയർ മോൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മോന് ബലൂൺസൊക്കെ ആയിട്ട് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയ മോൻ്റെ ഭയങ്കര കളിയാണ്. എന്താണെന്ന് വെച്ചാൽ അവന് കുറച്ച് നേരമായിട്ട് ഞാൻ എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവനിങ്ങനെ താഴെ ഇറക്കിയപ്പോൾ ഭയങ്കര സന്തോഷം. ഈ ബലൂൺസൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കളിക്കുകയാണ് കേട്ടോ അവന്. പിന്നെ ലാസ്റ്റ് ഞാൻ സ്വീറ്റ്സ് കഴിക്കുകയാണ്. സ്വീറ്റ്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. രസ്മലായി, അതുപോലെ തന്നെ ഷാഹി തുക്കട, പിന്നെ ഗുലാബ് ജാമുൻ, എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുറേ കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷണം തന്നെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്വീറ്റ്സും കൂടി കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ കുട്ടികളും അങ്ങനെ സ്വീറ്റ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്. എല്ലാം കഴിഞ്ഞു. കുറച്ച് നേരമായി, 11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇവിടുന്ന് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഒരു കേക്കിൻ്റെ പണി ഉണ്ടായിരുന്നു കേട്ടോ, രാവിലെ കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഇവിടുന്ന് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കേക്കിൻ്റെ പണിയും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ ലേറ്റായി. കുറേ ലേറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ തന്നെ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്കും കൂടി ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.